إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار. ബഹുമാനരായ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സത്താവും നിയന്താവുമായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്ക് ആജ്ഞാനുവർത്തികളായി ജീവിതാന്ത്യം വരെ ഈമാനും തഖ്വയും നിലനിർത്തി അള്ളാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുവാൻ പരമാവധി യത്നിക്കണമേ എന്ന ആമുഖമായി സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അത്തരം ഭാഗ്യശാലികളിൽ, മുത്തഖികളിൽ, വിശ്വസ്യ മുവഹിദുകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവന്റെ അടിയാറുകൾക്ക് ആവോളം അവന്റെ കാരുണ്യം ചൊരിഞ്ഞ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിൽ വസിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും, അത് വിശ്വാസിക്കും നിഷേധിക്കും, അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർക്കും അള്ളാഹു ഇല്ലെന്ന് പറയുന്നവർക്കും, ആ അള്ളാഹുവിൽ കടുത്ത പാപമായ ശിർക്ക് വെക്കുന്ന ആളുകൾക്കടക്കം അവന്റെ കാരുണ്യം കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അള്ളാഹു അവരെ നിഷേധിക്കുന്നവർക്ക് തന്റെ അനുഗ്രഹത്തിന്റെ വർഷമായിട്ടുള്ള വെള്ളമോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വായുവോ നിഷേധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാവർക്കും ഒരേപോലെ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്ന ശ്രദ്ധാവ് തന്റെ അടിയാറുകളോട് ഏറ്റവും ദയയുള്ളവനും കാരുണ്യവാനുമാണ് എന്ന വിഷയത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഖുർആൻ ധാരാളക്കണക്കിന് ആയത്തുകൾ ഈ വിഷയത്തിൽ നമുക്ക് വെളിച്ചം വീശിക്കൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും.
വആതാകും മിൻ കുല്ലി മാ സഅൽതുമു വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. നിങ്ങൾ അള്ളാഹുവിനോട് എന്താണോ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് അത് മുഴുവൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് നൽകിയവനാണ് അവൻ. എന്നിട്ട് അള്ളാഹു പറയുന്നു വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകൾ എണ്ണി കണക്കാക്കാൻ വേണ്ടി നിങ്ങൾ ഇരുന്നാൽ, അതിനെ ക്ലിപ്തപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് സമയം മാറ്റിവെച്ചാലും നിങ്ങൾക്ക് അതിനെ കണക്കാക്കാൻ കഴിയില്ല. എന്നിട്ട് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. മനുഷ്യൻ തന്റെ സൃഷ്ടാവിനോട് ഏറ്റവും വലിയ നിഷേധിയും അതിക്രമിയുമായി മാറിയിരിക്കുന്നുവെന്ന് വലിയൊരു വിഭാഗത്തെ ചൂണ്ടിയിട്ട് അള്ളാഹു നമുക്ക് പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ എന്നുള്ള നിലക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. ഖുർആൻ ഒരു ഭാഗത്ത് പറഞ്ഞു വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് എത്രമാത്രം നിഅമത്തുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യന് കിട്ടിയ ഒന്നാമത്തെ നിഅമത്ത് അള്ളാഹുവിന്റെ ഹിദായത്താണ്. ആ ഹിദായത്തോളം വിലയുള്ള മറ്റൊരു നിഅമത്തും ഭൂമി ലോകത്ത് ഈ പ്രപഞ്ചത്തിലില്ല. രണ്ടാമത്തേത് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് ആഫിയത്താണ്. നമ്മുടെ ശരീരത്തിൽ ഓരോ സമയത്തും നമുക്ക് നിലനിൽക്കേണ്ടുന്ന ആഫിയത്ത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം അള്ളാഹുവിനോട് പരമാവധി ചോദിക്കുക. ആ ചോദിക്കുന്നതിന് ഉത്തരം കിട്ടാൻ ഏറെ സാധ്യതയുണ്ട്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, നബിയെ, ഈ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള 10-15 മിനിറ്റ് സമയം ഞങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ എന്താണ് ഞങ്ങൾ ചോദിക്കേണ്ടത്? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തിന് പറഞ്ഞു കൊടുത്തു, സലിൽ ആഫിയ. നിങ്ങൾ ആഫിയത്തിനെ ചോദിക്കണം, നിങ്ങൾ ആരോഗ്യത്തെ ചോദിക്കണം. നമ്മൾ ആലോചിക്കും, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ പ്രധാനപ്പെട്ട 78 അവയവങ്ങളുണ്ട് എന്ന് വൈദ്യശാസ്ത്രം ബോധ്യപ്പെടുത്തുന്നു. ഈ 78 എണ്ണത്തിൽ ഏറ്റവും 5 എണ്ണം ഒരാളുടെ ജീവൻ നിലനിൽക്കാൻ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ഹൃദയവും നമ്മുടെ തലച്ചോറും നമ്മുടെ ശ്വാസകോശവും നമ്മുടെ കിഡ്നിയും നമ്മുടെ കരളും. ഈ 5 അവയവങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് കേടുപറ്റിയാൽ മനുഷ്യന്റെ ജീവൻ തന്നെ അവതാളത്തിലായി പോകും. ആ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. അത് കഴിഞ്ഞിട്ടുള്ള ധാരാളക്കണക്കിന് നിയമത്തുകളുണ്ട്. നമ്മുടെ കണ്ണും കാതും നമ്മുടെ മൂക്കും നമ്മുടെ അവിടുന്ന് അങ്ങോട്ടുള്ള ഓരോന്നും ശരീരത്തിന്റെ ഉള്ളിൽ നമ്മൾ കാണാത്തതും കാണുന്നതുമായിട്ടുള്ളത്, ആന്തരികമായിട്ടുള്ളത്, പ്രത്യക്ഷമായിട്ടുള്ളത്, നമ്മുടെ ഞരമ്പുകൾ, നാഡികളടക്കം മുഴുവൻ, അതൊക്കെ തന്നെയും ഓരോ സെക്കൻഡിലും അതിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായ ആരോഗ്യത്തിന് പ്രധാനമാണ് എന്നുള്ളത് വൈദ്യശാസ്ത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ ചോദിച്ചത് എന്തൊക്കെ നിഅമത്തുകളുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് ഏതൊരു നിഅമത്തുകളുണ്ടോ, ഏതേത് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അത് മുഴുവൻ അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു. എന്നിട്ട് വീണ്ടും ഖുർആൻ പറയുകയാണ്, വസ്ബാലൈക്കും നിഅമഹു ളാഹിറതൻ വബാതിന. അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടുള്ള നിഅമത്തുകൾ, അള്ളാഹു നിങ്ങൾക്ക് പരോക്ഷമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ അള്ളാഹു സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ടും ഈ സംവിധാനങ്ങളെ മറന്ന് ജീവിക്കുന്ന ധാരാളക്കണക്കിന് മനുഷ്യന്മാരുണ്ടെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നു. കേൾവി ശക്തിയില്ലാത്തൊരു മനുഷ്യൻ, അയാളുടെ ആ പ്രയാസം എത്രയാണ് എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. സംസാരശേഷിയില്ലാത്തൊരു മനുഷ്യൻ തന്റെ ആശയങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ കുറെ ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ട് പ്രയാസപ്പെടുമ്പോഴാണ് നമുക്ക് കിട്ടിയ നിഅമത്തുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുകയാണ്, അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. അവൻ നിങ്ങൾക്ക് 2 കണ്ണ് നൽകിയിട്ടില്ലയോ? അവൻ നിങ്ങൾക്കൊരു നാവും 2 ചുണ്ടുകളും നൽകിയിട്ടില്ലയോ? പ്രിയപ്പെട്ടവരെ, ഇതിന്റെയൊക്കെ വില എത്രയാണ് എന്ന് ഓരോ സെക്കൻഡിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കണം. അതിനെക്കുറിച്ച് നിരന്തരമായിട്ട് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിനൊരു കൃത്യമായ സംവിധാനമുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളം, ആ ഭക്ഷണം അത് ദഹിച്ച് ഓരോ സമയത്തും സമയബന്ധിതമായിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ കുടിക്കുന്ന വെള്ളം അത് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം. അത് പോവാത്ത ഒരു സാഹചര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കൂ. അവിടെയാണ് അള്ളാഹു നമുക്ക് ഒരുപാട് നിഅമത്തുകൾ നൽകിയത്. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന്റെ പ്രക്രിയ അത് കൃത്യമായിട്ട് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ഓരോ സെക്കൻഡിലും മിനിറ്റിലും ആ ഹൃദയത്തിന്റെ മിടിപ്പുകൾ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ മൂക്കിലൂടെ വലിച്ചെടുക്കുന്ന ഓരോന്നും, എന്തിനാണ് മൂക്കിന് 2 ദ്വാരങ്ങൾ നൽകി?
അതിലൂടെ നമ്മൾ വലിച്ചെടുക്കേണ്ടത് ശുദ്ധമായ വായു മാത്രമാണ്. ശുദ്ധമല്ലാത്ത എന്തും നമ്മുടെ മൂക്കിന്റെ ഉള്ളിലേക്ക് എങ്ങാനും പ്രവേശിച്ചാൽ പെട്ടെന്ന് നമ്മൾ തുമ്മിപ്പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അവിടെ അതിന്റെ ഉള്ളിലൂടെ തണുത്ത വായുവാണ് ഉള്ളിലേക്ക് പോകുന്നതെങ്കിൽ അതിനെ പാകപ്പെടുത്താൻ, ചൂടാക്കിയിട്ട് അതിന്റെ അളവ് ക്രമീകരിക്കുവാനുമുള്ള സംവിധാനം മൂക്കിന്റെ ഉള്ളിൽ അല്ലാഹു സംവിധാനിച്ചു. അത് ചൂടുള്ളതാണെങ്കിൽ തണുപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടായി. ഇനി നമ്മൾ ആലോചിച്ചു, ഈ മൂക്കിന്റെ ഉള്ളിലൂടെ ഈ വായു മാത്രം കടന്നു പോകുന്നു. അങ്ങനെ അതിന് തൊണ്ടയിലെത്തുമ്പോൾ ഒരു ജംഗ്ഷനായിട്ട് മാറുകയാണ്. തൊണ്ടയിലെത്തുമ്പോൾ ഒരു ജംഗ്ഷനാണ്. അവിടെ രണ്ട് ഭാഗത്തേക്ക് വഴി മാറിപ്പോകുന്നു. ഒന്ന് ശ്വസനനാളത്തിലേക്കും രണ്ടാമത്തേത് അന്നനാളത്തിലേക്കും. നമ്മൾ വായിലൂടെ കഴിക്കുന്ന ഭക്ഷണം, വെള്ളം കുടിക്കുന്നത് ആ ജംഗ്ഷനിലെത്തുമ്പോ നമുക്കൊരു പങ്കുമില്ലാതെ അത് അന്നനാളത്തിലേക്ക് അവിടുന്ന് പോവുകയാണ്. നമ്മൾ ഈ മൂക്കിലൂടെ വലിച്ചെടുക്കുന്ന വായു ആ ജംഗ്ഷനിലെത്തുമ്പോൾ നമുക്കൊരു പങ്കും ഉത്തരവാദിത്വവും ഇല്ലാതെ അത് നമ്മുടെ ശ്വസനനാളത്തിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ടവർ, അതെങ്ങാനും വഴിമാറി സഞ്ചരിച്ചാൽ നമ്മുടെ ജീവൻ അവതാളത്തിലാകും. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ഒരല്പം നമ്മുടെ ശ്വസനനാളത്തിലേക്ക് അവിടുന്ന് വഴിമാറിപ്പോയാൽ, ചിലപ്പോഴെങ്കിലും നമ്മൾ കേൾക്കാറുണ്ട്, ഒറ്റപ്പെട്ടവർ തൊണ്ടയിൽ കുടുങ്ങി, വെള്ളം കുടുങ്ങിയിട്ട്, ഭക്ഷണം കുടുങ്ങിയിട്ട് അവിടുന്ന് അത് ശ്വസനനാളത്തിൽ കുടുങ്ങി മരണപ്പെട്ടു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. നമ്മൾ ആലോചിക്കും, ഒരു പങ്കുമില്ലാതെ ഈ സംവിധാനങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ട് അള്ളാഹു നമ്മളോട് പറയുന്നു, നിങ്ങൾ അതിന് പകരമായിട്ട് നിരന്തരമായി നിങ്ങളുടെ ശ്രദ്ധാവിനെ അഥവാ എന്നെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കണം. സൂറത്ത് റഹ്മാനിലെ 46 മുതലുള്ള ആയത്തുകൾ, അവിടെ തന്നെ 32ഓളം ആയത്തുകൾ അതിൽ സ്വർഗത്തെ കുറിച്ചാണ് പറയുന്നത്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗമുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സ്വർഗത്തിന്റെ ഓരോ മനോഹാരിതകളെയും വർണ്ണിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് ഓരോ ആയത്തുകൾ പോകുന്നതിനിടയിൽ അള്ളാഹു 31 തവണ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യരെ, നിങ്ങളുടെ ശ്രദ്ധാവ് നൽകിയ നിഅമത്തുകളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ കളവാക്കിക്കൊണ്ടിരിക്കുന്നത്? ഏതിനെയാണ് നിങ്ങൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മൾ ആലോചിക്കും, നമ്മൾ ജീവിക്കുന്ന ലോകത്ത് ധാരാളക്കണക്കിന് മനുഷ്യന്മാർ അള്ളാഹുവിന്റെ മുഴുവൻ നിഅമത്തുകളും ആവോളം അനുഭവിച്ച് ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണല്ലോ പലപ്പോഴും ഭൗതികമായ മേഖലകളിലൊക്കെ ആളുകളുടെ ഒരു വല്ലാത്ത ബാഹുല്യം നമുക്ക് കാണാൻ കഴിയും. എവിടെയെങ്കിലും ഇപ്പൊ രാത്രിയുടെ അന്തയാമങ്ങളിൽ ഇപ്പോഴൊക്കെ നമ്മുടെയൊക്കെ നാട്ടിന്റെ പല ഭാഗത്തും ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയങ്ങളിൽ രാത്രി ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ പലപ്പോഴും 12 മണിക്കൊക്കെയാണ് അത് അവസാനിക്കുന്നത്. ഇപ്പൊ ചിലയിടത്തൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഗ്യാലറിയിൽ പ്രത്യേകം ഇരിപ്പിടം. എന്നിട്ട് നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടവരടക്കം ഈ രാത്രിയിൽ, പാതിരാത്രിയിൽ ഇത് കഴിഞ്ഞ് ഇതൊക്കെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരുപക്ഷെ ചിലപ്പോ സുബഹി നമസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കാൻ കരുതിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് കിട്ടിയ നിഅമത്തുകളോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നതോ? ഖുർആൻ ഒരു ഭാഗത്ത് പറയുകയാണ്, ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലക്കും സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. പ്രവാചകരെ, താങ്കൾ പറഞ്ഞു കൊടുക്കണം, അള്ളാഹു അവർക്ക് കാഴ്ചയും കേൾവിയും ചിന്തയുമെല്ലാം നൽകിയവനാണ്. ഇതെല്ലാം നൽകിയിട്ട് വളരെ കുറച്ച് മാത്രം ആളുകളാണ് നന്ദി കാണിക്കുന്നത് എന്ന് ഖുർആൻ ഒരു ബഹുഭൂരിപക്ഷം മനുഷ്യരെ കുറിച്ച് ഖുർആൻ നമ്മുടെ മുമ്പിൽ പരാമർശിക്കുകയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, നമുക്ക് കിട്ടിയത് എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. നമ്മൾ ഭൗതിക ലോകത്ത് കാണിക്കുന്ന ഒരു നന്ദിയും കടപ്പാട് ചിലപ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ കാണിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. ഇതിനേക്കാൾ വലിയ ഭാഗ്യക്കേട് എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഇപ്പൊ നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ഈ പ്രദേശത്തുള്ള ഒരാളുടെ കിഡ്നി തകരാറായി. നമ്മൾ ആലോചിക്കും, അള്ളാഹു എത്രമാത്രം ദയാപരനാണ്. ഒരാൾക്ക് ഒരു കിഡ്നി ഉണ്ടെങ്കിലും അയാൾക്ക് ജീവൻ നിലനിർത്താം. പക്ഷെ അള്ളാഹു 2 കിഡ്നികളാണ് മനുഷ്യന് നൽകിയത്. ഒരാൾക്ക് ഒരു കാതുണ്ടെങ്കിൽ കേൾക്കാൻ കഴിയും, പക്ഷെ 2 ചെവികൾ അള്ളാഹു നൽകി. ഒരു കണ്ണുണ്ടെങ്കിലും നമുക്ക് കാണാൻ കഴിയും, പക്ഷെ 2 കണ്ണുകൾ അള്ളാഹു നൽകി. അള്ളാഹു എത്രമാത്രം ദയാപരനാണ്. അപ്പൊ ഒരാളുടെ കിഡ്നി അത് 2ഉം വീക്കായി പോയി എന്ന് മാത്രമല്ല, അത് റയർ കേസായി. എന്താ റയർ കേസ്? അതേ നെഗറ്റീവാണ്. നെഗറ്റീവ് കിട്ടണമെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിലും കിഡ്നി ആണെങ്കിലും ഒക്കെ കുറച്ച് പ്രയാസം ഉണ്ടാവും. അങ്ങനെ അദ്ദേഹം അത് നാട്ടിൽ മുഴുവൻ അന്വേഷിച്ച് എവിടെയും കിട്ടാനില്ല. ഇത് വില കൊടുത്ത് വാങ്ങണമെങ്കിൽ നമുക്കൊരു 25 ലക്ഷം മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. അതിനങ്ങോട്ട് അതിന്റെ വലുപ്പം അനുസരിച്ച്, ഗ്രൂപ്പ് അനുസരിച്ചൊക്കെ അതിന്റെ മൂല്യം കൂടും. അദ്ദേഹം നാട്ടിൽ മുഴുവൻ അന്വേഷിച്ച് എവിടെയും കിട്ടാനില്ല എന്ന് ബോധ്യമായപ്പോൾ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു. ഈ പരസ്യം കൊടുത്തിട്ട് 4 ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പറിലേക്ക്
ചെന്നൈയിൽ നിന്ന് ഒരാൾ വിളിക്കുകയാണ്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പരസ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങളുടെ അതേ കിഡ്നിയുടെ ഗ്രൂപ്പാണ് എന്റേത് എ നെഗറ്റീവ്. വേണമെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. അപ്പൊ ഇവിടെയുള്ള ആള് ചോദിച്ചു, ഞാൻ എത്രയാണ് നിങ്ങൾക്ക് അതിന് തരേണ്ടി വരിക? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് തരുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ ഇതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. ആദ്യം നമ്മൾ ഇത് ഒരേ ഗ്രൂപ്പാണെങ്കിലും ഇത് പരസ്പരം യോജിക്കുമോ എന്ന് പരിശോധിക്കണം. ഒരു വലിയ ലബോറട്ടറിയിൽ പോയിട്ട് ഇത് പരിശോധിക്കണം, നിങ്ങളുടേതും എന്റേതും. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ എന്റെ നാട്ടിലേക്ക് വന്നാൽ നമുക്കത് പരിശോധിച്ചിട്ട് പിന്നീട് നമുക്ക് സംസാരിക്കാം. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. നമ്മുടെ നാട്ടിലെ ഈ സുഹൃത്തും ഭാര്യയും ഒരു ദിവസം രാത്രി ഇവിടുന്ന് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് രാത്രി ഇവിടുന്ന് യാത്ര ആരംഭിച്ചു. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ഈ നാട്ടിൽ ചെന്നെത്തി. ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ ഈ സുഹൃത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വാഹനവുമായിട്ട് വന്നു. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ച് അതിനുശേഷം ഇവരിത് ടെസ്റ്റിന് വേണ്ടി കൊടുക്കുകയാണ്. ഈ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ അതിന്റെ റിസൾട്ട് വന്നപ്പോ ഇത് 100% തമ്മിൽ യോജിപ്പാണ്. ഇദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അങ്ങനെ ഈ മനുഷ്യന്റെ വീട്ടിൽ ചെന്ന് പിന്നീട് അവിടെ എത്തി. പിന്നെ വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മുടെ നാട്ടിലെ ആള് പറഞ്ഞു, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. എത്രയാണ് ഞാൻ തരേണ്ടത്? സാമ്പത്തികമായിട്ട് ഞാൻ വലിയ ഒരു സ്ഥിതിയിലൊന്നുമല്ല, എനിക്ക് സാമ്പത്തികമായിട്ട് പ്രയാസങ്ങളുണ്ട്. നിങ്ങൾ നല്ല നിലക്ക് എന്നോട് സഹകരിച്ചാൽ നമുക്ക് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാം. അപ്പൊ ആ നാട്ടിലെ നല്ല മനസ്സുള്ള നല്ല ഹൃദയമുള്ള ഈ മനുഷ്യൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് നയാ പൈസ തരേണ്ടതില്ല. ഒരു മനുഷ്യ ജീവനാണ്, ഒരു മനുഷ്യന്റെ ജീവിതമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് നൽകാം. ഈ മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞു, ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു, ഭാര്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അങ്ങനെ അന്ന് വൈകുന്നേരം വരെ സംസാരിച്ച് അന്ന് രാത്രിയുള്ള ട്രെയിനിൽ അവർ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഒരു മാസം കൊണ്ട് ഇങ്ങനെയുള്ള ഒരു സർജറിക്ക് വേണ്ടി ഡേറ്റ് വാങ്ങി ആ ഡേറ്റ് ഒക്കെ വാങ്ങിയിട്ട് അവർ നാട്ടിൽ നിന്ന് ഇദ്ദേഹവും ഭാര്യയും മക്കളും എല്ലാം കൂടെ ഒരാഴ്ച മുമ്പ് ആ ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. അവിടെ ഒരു വീട് വാടക എടുത്തിട്ടെടുത്ത് അവിടെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് പൂർണ്ണ വിജയത്തോടു കൂടി അവരുടെ ഈ സർജറി പൂർത്തിയായി. സർജറി കഴിഞ്ഞ് ഒരു മാസം കൂടെ അവിടെ ചികിത്സയുടെ ഭാഗമായി ചെലവഴിച്ച് ഇദ്ദേഹവും കുടുംബവും മക്കളും ഭാര്യ എല്ലാം കൂടെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഇടക്കിടക്ക് ചെക്കപ്പിന് പോകും, മെഡിസിനും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവാണ്. അദ്ദേഹം ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ ഇദ്ദേഹത്തിന് ഈ കിഡ്നി കൊടുത്ത ഈ സുഹൃത്ത് ഒരു ദിവസം സുബഹിയുടെ സമയത്ത് ഇദ്ദേഹത്തെ വിളിക്കുന്നു. ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് ഉച്ചക്ക് എന്റെ നാട്ടിൽ നിന്ന് വടകരയിലേക്ക് വരുന്നുണ്ട്. എനിക്ക് അവിടെ ട്രെയിൻ ഇറങ്ങിയിട്ട് എനിക്ക് അവിടെ നിന്ന് ഒരു 10-30 കിലോമീറ്റർ ദൂരത്തുള്ള ഒരാളെ കണ്ട് ചില കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് നാളെ തന്നെ പുലർച്ചെ 4 മണിക്കുള്ള ട്രെയിനിൽ എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം. നിങ്ങളുടെ വീട്ടിലേക്ക് വരാനൊന്നും എനിക്ക് സമയമില്ല. അതുകൊണ്ട് നിങ്ങളൊരു ഉപകാരം ചെയ്താൽ എനിക്ക് വലിയൊരു സൗകര്യമായി. ഞാനിങ്ങനെ രാത്രി ഒരു 11 മണിക്ക് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ നിങ്ങളൊരു വാഹനവുമായി വന്നിട്ട് എന്നെ ഈ സ്ഥലത്ത് വരെ കൊണ്ടുപോയി തിരിച്ചിവിടെ ആക്കുകയാണെങ്കിൽ അത് വല്ലാത്തൊരു ഉപകാരമായിരിക്കും. ഈ സമയത്ത് ആ മനുഷ്യൻ എന്താ പറയാ? ഈ മനുഷ്യൻ നമ്മുടെ നാട്ടിലാള് പറയാ, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു സംസാരത്തിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ തമ്മിലുള്ള ബന്ധം ചെറിയ ബന്ധമാണോ? നിങ്ങൾ എന്നോട് പറയുന്നു നിങ്ങളൊരു വാഹനവുമായിട്ട് നിങ്ങളുടെ നാട്ടിൽ വന്ന് നിങ്ങൾ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന് കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് തിരിച്ചെത്തിക്കണമെന്ന് പറഞ്ഞാൽ പോലും എനിക്കൊരു പ്രയാസമില്ല. അങ്ങനെ അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് ഉച്ചക്ക് മുമ്പ് പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, രാത്രി 11 മണിക്ക് ഇറങ്ങുന്ന അദ്ദേഹത്തെ സ്വീകരിക്കാൻ നമ്മുടെ നാട്ടിലെ ഈ കിഡ്നി സ്വീകരിച്ച സുഹൃത്തും മകനും കാറെടുത്ത് അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണങ്ങളൊക്കെ വളരെ ഭക്ഷണവുമായിട്ട് കാറിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ്. അങ്ങനെ വരുന്ന ട്രെയിൻ എത്തുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് സ്റ്റേഷനിലെത്തി ഇദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടുകൂടി. അദ്ദേഹം വന്നിറങ്ങി, അദ്ദേഹത്തെ ആദ്യം ഭക്ഷണം കഴിപ്പിച്ചു. എന്നിട്ട് പോകേണ്ട ദൂരത്തേക്ക് ഇദ്ദേഹത്തെയും കൊണ്ട് സഞ്ചരിച്ചു. അവിടെ എത്തി 1-2 മണിക്കൂർ അവിടെ ചെലവഴിച്ച് രാവിലെ 4 മണിക്കുള്ള ട്രെയിനിൽ ഇദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകാൻ ഇദ്ദേഹത്തെ യാത്രയാക്കി. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ മകനും കൂടെ വീട്ടിലേക്ക് സഞ്ചരിക്കുമ്പോ അന്ന് രാത്രി ഒരു സെക്കൻഡ് ഈ മനുഷ്യന്റെ കണ്ണടഞ്ഞു പോയിട്ടില്ല. ഒരു സെക്കൻഡ് ഇദ്ദേഹത്തിന് ഉറക്കം വന്നിട്ടില്ല. ഇദ്ദേഹത്തിന്റെ മകൻ ഉറക്കം വന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നലെ രാവിലെ വിളിച്ചത് ആരാണെന്ന് അറിയുമോ? ഇദ്ദേഹത്തെ ഫോൺ കോളിലൂടെ വിളിച്ചത് അദ്ദേഹത്തെ ഒരിക്കലും ഈ മനുഷ്യനെ വിസ്മരിക്കാൻ കഴിയില്ല. ഒരു കിഡ്നി കൊടുത്ത് സഹായിച്ച മനുഷ്യനാണ്, ഒരു കിഡ്നി കൊടുത്ത് സഹായിച്ച ആളാണ്. എങ്കിൽ നമ്മൾ ആലോചിക്കൂ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ആ മനുഷ്യന് 2 കിഡ്നി കൊടുത്തുള്ള ശ്രദ്ധാവ് നമ്മുടെ മുകളിലുണ്ട്. ആ മനുഷ്യ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 10-78 അവയവങ്ങൾ കൊടുത്തുള്ള ശ്രദ്ധാവുണ്ട്. ആ ശ്രദ്ധാവ് നമ്മളോട് പറയുന്ന ഒരു വർത്തമാനം എന്താണ്?
ആ സൃഷ്ടാവ് പറയുന്നു ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യൻ എത്ര നിഷേധിയാണ്, മനുഷ്യൻ എത്രമാത്രം അവൻ നശിക്കട്ടെ. പിന്നെ ഖുർആൻ പറയുന്നത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ തന്റെ സൃഷ്ടാവിനോട് നന്ദി കെട്ടവനാണ്. വേറെ സ്ഥലത്ത് അല്ലാഹ് പറയുന്നു ഖലീലും മിൻ ഇബാദിയശ് ശകൂർ, മനുഷ്യന്മാരിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നന്ദി കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ നന്ദി കാണിക്കുന്നവരാണ്. പക്ഷെ ആ നന്ദി ഒന്നുകൂടി ശക്തിപ്പെടുത്തുക എന്നുള്ളത് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മുടെ ബാധ്യതയാണ്. മുൻഗാമികളും പ്രവാചകന്മാരും അതേപോലെ അവിടുത്തെ സഹാബത്തും ഒക്കെ ചെയ്ത ചില അവരുടെ നടപടികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിടത്ത് യാ അയ്യുഹല്ലദീന ആമനു ദുഖ്റൂ നിഅമത്തല്ലാഹി അലൈക്കും, വിശ്വാസികളെ നിങ്ങൾക്ക് കിട്ടിയ നിഅമത്തുകൾക്ക് പകരമായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കണം, അള്ളാഹുവിനോട് കടപ്പാട് അറിയിക്കണം. അങ്ങനെയുള്ള ധാരാളക്കണക്കിന് ആയത്തുകൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് നിഅമത്തുകൾ കിട്ടി. അദ്ദേഹത്തെ അള്ളാഹു ഒരുപാട് രാജാധികാരം കൊടുത്തു, പല കഴിവുകളും അദ്ദേഹത്തിന് കൊടുത്തു. ഇതൊക്കെ കൊടുത്തിട്ട് ആ പ്രവാചകൻ അള്ളാഹുവിന്റെ മുമ്പിൽ എത്രമാത്രം നന്ദിയാണ് കാണിച്ചത്. ഖുർആൻ അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നു, റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതകല്ലതി അനഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തറല്ലാഹു വദഖൽനി ബിറഹ്മതിക ഫീ ഇബാദിക സാലിഹീൻ. അല്ലാഹുവേ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ നൽകിയിട്ടുള്ള നിഅമത്തുകൾ, ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതിന് പകരമായിട്ട് നന്ദി കാണിക്കാൻ, നിന്നോട് കടപ്പാട് അറിയിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനം നൽകണമേ. മാത്രമല്ല നിന്റെ സ്വാലിഹികളായിട്ടുള്ള ദാസന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. ഇത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഈ ശുക്റും ഈ കടപ്പാടും ഒക്കെ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഓരോ നിഅമത്തുകൾക്കും ഓരോ സന്ദർഭത്തിലും നമ്മൾ ശുക്ർ പറഞ്ഞ് അള്ളാഹുവിന്റെ പ്രീതിയും അവന്റെ തൃപ്തിയും ഒക്കെ നമ്മൾ നേടിയെടുക്കാനുള്ള പരിശ്രമം നടത്തുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായിട്ട് മാറും. ആ രൂപത്തിലൊക്കെ ചിന്തിച്ച് നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവിനോട് ധാരാളമായിട്ട് നന്ദി കാണിക്കുന്നു. എന്നാൽ അത് വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് ഏറ്റവും ഒന്നാം സ്ഥാനത്ത് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും സ്ഥാനം കിട്ടുന്നവരായി മാറുന്നിടത്ത് നമ്മൾ പരിശ്രമിക്കുമ്പോൾ അവിടെ വലിയ വിജയങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും. ആ രൂപത്തിൽ ആലോചിച്ച് ജീവിതത്തെ ധന്യമാക്കുന്ന, അതിനെ ക്രിയാത്മകമാക്കുന്ന മുത്തക്കികളിൽ, മുവഹിദുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ തഖ്വയുള്ളവരാവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് മെയ് മാസം 1-ാം തീയതി ലോക തൊഴിലാളി ദിനമായിട്ടാണ് അറിയപ്പെടുന്നത്. ധാരാളം സംഘടനകളും തൊഴിലാളി സംഘടനകളും അതുപോലെ അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലും പുറത്തും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. 1450 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇസ്ലാം ഇത്തരം വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് നൽകിയിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. തൊഴിലെന്ന് പറയുന്നത് അതൊരു അമാനത്താണെന്നും ആ തൊഴിൽ എടുക്കുന്ന ആളുകൾ അത് പൂർണ്ണമായി നീതിയുക്തമായിട്ട് അത് പൂർത്തീകരിക്കണമെന്നുമുള്ളത് ഇസ്ലാമിന്റെ ഒരു സന്ദേശമാണ്. മാത്രമല്ല, ജോലിയെടുത്ത ആളുകൾക്ക് അവരുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണമെന്നുള്ളതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉണർത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു സംഭവത്തിലൂടെ റസൂലുള്ളാഹി നമ്മളെ ഉദാഹരിച്ചു തന്നത്, 3 ആളുകൾ ഒരു യാത്രാ മധ്യേ അവര് കാറ്റും കോളും വന്ന സന്ദർഭത്തിൽ ഒരു പാറക്കുള്ളിൽ, ഒരു ഗുഹക്കുള്ളിൽ അവർ ഒളിച്ചിരിക്കുകയാണ്. അവര് സ്വയം രക്ഷയ്ക്ക് വേണ്ടി കുറച്ചു സമയം അവിടെ കഴിച്ചു കൂട്ടാൻ വേണ്ടി അവിടെ ചെലവഴിച്ചു. അങ്ങനെ അവരവിടെ കുറെ ജീവിക്കുകയും അങ്ങനെ അവർക്ക് അവരവിടെ താമസിക്കുന്നതിന്റെ ഇടയിൽ അവരുടെ ആ ഗുഹാമുഖം ഒരു പാറ വന്നടയുകയും ആ ചരിത്രം നമുക്കറിയാം. അങ്ങനെ അവസാനം ഇവർക്ക് പുറത്തു പോകണമെങ്കിൽ ഈ പാറ നീക്കം ചെയ്യേണ്ടതുണ്ട്.
അങ്ങനെ അവിടുന്ന് ഓരോ ആളുകളും, ഈ മൂന്നാളുകളും അവർ ചെയ്ത നല്ല പ്രവർത്തനങ്ങളെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത്, എനിക്ക് ഒരുപാട് തൊഴിലാളികൾ ഉണ്ടായിരുന്നു, ഈ തൊഴിലാളികളൊക്കെ പണിയെടുക്കും, അവർക്കൊക്കെ ഞാൻ കൃത്യമായിട്ട് കൂലി കൊടുക്കും. ഒരു ദിവസം ഒരു തൊഴിലാളി കൂലി വാങ്ങാതെ പെട്ടെന്ന് എന്തോ ഒരു അത്യാവശ്യത്തിൽ അദ്ദേഹം പോവുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം പോയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂലി ഞാനൊരു ഭാഗത്ത് മാറ്റിവെച്ചു. ഞാൻ അതിങ്ങനെ അതിനുവേണ്ടി അത് മറ്റു ആർക്കും കൊടുക്കാതെ അതിങ്ങനെ വളർത്തി അത് ആടുകളും ഒട്ടകങ്ങളും ഒക്കെയായി കൂട്ടങ്ങളായി മാറി. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൂലി ചോദിച്ചു വരികയാണ്. ഈ വരുന്ന സമയത്ത് ഞാൻ ഇത് മുഴുവൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. ധാരാളക്കണക്കിന് ആട്ടിൻകൂട്ടങ്ങളും അതേപോലെ ഒട്ടകക്കൂട്ടങ്ങളും. ഇത് താങ്കളുടെ കൂലിയാണ്, എടുത്തുകൊണ്ട് പോവുക. അപ്പൊ ഈ മനുഷ്യൻ അവിടുന്ന് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്നെ കളിയാക്കുകയാണ്? അപ്പൊ അവിടുന്ന് പറഞ്ഞു, അല്ല, താങ്കളുടെ കൂലി ഞാനിങ്ങനെ വളർത്തി വരുമാനമാക്കി, അതാണ് ഈ കാണുന്നത് മുഴുവൻ. അള്ളാഹു, ഞാൻ അദ്ദേഹത്തിന് ഇത് കൊടുത്തത് നിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ്. ഞാൻ ഈ ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറയുമ്പോ പാറയുടെ ഒരു ഭാഗം നീങ്ങിപ്പോയി എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിലൂടെ പറഞ്ഞു തരുന്നു. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ജോലി എന്ന് പറയുന്നത്, ജോലി ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നിരന്തരമായിട്ട് യാചിച്ച ഒരാൾ റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഒരു മടു വാങ്ങി കൊടുത്തിട്ട് അദ്ദേഹത്തോട് വിറക് വെട്ടി ഉപജീവനം നടത്താൻ വേണ്ടി പറയുന്നുണ്ട്. ചരിത്രത്തിൽ ഇങ്ങനെയൊക്കെ കാണാൻ കഴിയും. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ജുമുഅയിൽ അതിന്റെ അവസാനത്തെ സൂക്തങ്ങളിൽ കാണാൻ കഴിയും, നിങ്ങൾ അള്ളാഹുവിന്റെ വിളി വന്നാൽ, നിങ്ങളെ പള്ളിയിലേക്ക് വിളിച്ചാൽ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ പള്ളിയിലേക്ക് വരിക. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ. നിങ്ങളുടെ കച്ചവടം എല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ പള്ളിയിൽ വരണം. പക്ഷെ നമസ്കാരം ഖുത്ബയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പള്ളിയിൽ തന്നെ ചടഞ്ഞിരിക്കണമെന്നല്ല ഖുർആൻ പറയുന്നത്. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫളില്ലാഹ്. നിങ്ങൾ ഭൂമിയിലേക്ക് വീണ്ടും അവിടേക്ക് പ്രവേശിച്ച് നിങ്ങളുടെ ഉപജീവന മാർഗവും നിങ്ങളുടെ റിസ്കിനും ഒക്കെ വേണ്ടി നിങ്ങൾ പണിയെടുക്കണമെന്നുള്ളത് ഖുർആനിന്റെ ഒരു പ്രഖ്യാപനമാണ്. അപ്പൊ ഇവിടെ ഇത്തരം ഒരു ദിനത്തിൽ ഇസ്ലാം അതിന്റെ കാഴ്ചപ്പാടുകളും അവിടെ നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി. ഈ തിരിച്ചറിവ് വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്കുണ്ടാവുകയും നമ്മുടെ ജോലിയിലും മറ്റുള്ളവർക്ക് കൂലി കൊടുക്കുന്നിടത്തൊക്കെ വളരെ കൃത്യമായ നീതിയും സത്യസന്ധതയും ഒക്കെ പുലർത്തുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു നിയമമായിട്ടാണ് ഇത്തരം ദിവസങ്ങളിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. മറ്റൊരു കാര്യം, ഇപ്പൊ നമ്മൾ വിശുദ്ധ ഹജ്ജിന് വേണ്ടി വിശ്വാസികൾ, ലോകത്തുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികൾ വിശുദ്ധ ഭൂമിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ്. രാജ്യങ്ങൾ താണ്ടിയുള്ള യാത്രയാണ് ഹജ്ജ്. അതുകൊണ്ട് തന്നെ ഈ ഹജ്ജിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ വെച്ച് നിർവഹിക്കുവാനുള്ളത്, ഹജ്ജിന് പോവാത്ത നമുക്ക് നിർവഹിക്കാനുള്ള ചില കർമ്മങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന് ഉളഹിയ്യത്ത്. ദുൽഹജ്ജ് 10 അന്ന് നമ്മൾ ഇറക്കുന്ന ഉളഹിയ്യത്ത് ബലികർമ്മം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ദുൽഹജ്ജ് 9 നമ്മൾ നിർവഹിക്കുന്ന അറഫ നോമ്പാണ്. ഇവിടെ നമ്മൾ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നത്, ഈ മാസത്തിൽ ആളുകൾ ഇങ്ങനെ വിശുദ്ധ ഭൂമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മഹല്ലിലും നാട്ടിലുമൊക്കെ ഈ ബലികർമ്മം വളരെ കൃത്യമായിട്ട് അത് നടപ്പിലാക്കേണ്ടതുണ്ട്. അതിന്റെ സംവിധാനങ്ങളും അതിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മുടെ മഹല്ലിലും അതിന്റെ തുടക്കം കുറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ഒറ്റക്ക് ഒരുവരെ അറക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. അല്ലാത്തവർക്ക് ഷെയർ ആയിട്ട് വിഹിതമായിട്ട് അതിൽ കൂടാനുള്ള സൗകര്യങ്ങളുണ്ട്. 7600 രൂപയാണ് നമ്മൾ അതിനുവേണ്ടി ഒരു വിഹിതം നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ പരമാവധി സാധിക്കുന്ന ആളുകളൊക്കെ ഈ സംരംഭത്തിൽ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കാളികളാവണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോന്നും, എല്ലാ കർമ്മങ്ങളും, അതിന്റെയൊക്കെ പിന്നിലുള്ള ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹുവിന്റെ സ്വർഗമാണ്. അള്ളാഹു അവിശ്വാസികൾക്ക് വേണ്ടി, പരാജയപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ നരകത്തിൽ നിന്നുള്ള മുക്തിയാണ്. ആ നിലക്കൊക്കെ ആലോചിച്ച് ചിന്തിച്ച് എല്ലാ നന്മകളിലും നമ്മുടെ സാന്നിധ്യവും പങ്കാളിത്തവും ഒക്കെ നമ്മൾ അറിയിക്കുന്നിടത്ത് ബദ്ധശ്രദ്ധരാകുമ്പോൾ അവിടേക്ക് അള്ളാഹുന്റെ തൗഫീഖും നിഅമത്തും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത്തരത്തിൽ ആലോചിച്ച് ചിന്തിച്ച് ജീവിതത്തെ ധന്യമാക്കുന്ന മുത്തഖികളിൽ, വിശിഷ്യ മുവഹിദുകളിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്തു തരുമാറാവട്ടെ. ഈ ഒരുമിച്ചിരുത്തിയതുപോലെ നാളെ സ്വർഗത്തിലും ഒരുമിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ആരോഗ്യപരമായി പ്രയാസപ്പെടുന്ന, രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ധാരാളക്കണക്കിന് ആളുകൾ നമ്മുടെ പള്ളികളിലുണ്ട്, വീടുകളിലുണ്ട്, ആശുപത്രികളിലുണ്ട്. എല്ലാവർക്കും അള്ളാഹു ശിഫയും പൂർണ്ണ ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ
കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവാം, ജോലി സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാകാം. എല്ലാവർക്കും അള്ളാഹു എല്ലാ എളുപ്പവും നൽകുമാറാവട്ടെ. പശ്ചിമേഷ്യയിൽ വിശിഷ്യ ലബനോന് പോലെയുള്ള സ്ഥലങ്ങളിൽ, ഫലസ്തീനിലൊക്കെ തന്നെയും സയനിസ്റ്റുകളുടെ ക്രൂരമായ ആക്രമണങ്ങളും പീഡനങ്ങളും ഇതെല്ലാം സഹിച്ച് ഒരുപാട് ആളുകൾ, അവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ടവർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവിടെയൊക്കെ തന്നെയും സമാധാനവും രക്ഷയും അള്ളാഹു എളുപ്പവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.